ഈ സാധനം എന്താണെന്നല്ലേ, മഷിത്തണ്ടാണേ. പണ്ടൊക്കെ നമ്മൾ പള്ളക്കുടത്തിൽ പോകുമ്പോൾ സ്ലൈറ്റത്ത് തൂക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പം കറിയൊക്കെ വെക്കും, തോരനൊക്കെ വെക്കും. ഞാനൊരു 2 മാസം മുമ്പ് ഞാൻ ഇത് തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതുകൊണ്ട് 22 ലക്ഷം ആൾക്കാരുള്ള അത് കണ്ടു. അന്ന് എന്നോട് 1-2 പേര് പറഞ്ഞു, 2 പേര് കമൻ്റ് ഇട്ട്, തള്ള ഇതൊക്കെ തിന്നാൽ ചത്തു പോകുന്നു. പക്ഷേ ഞാനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇനി കർക്കിടക മാസം ആകുമ്പോൾ ഞാനിതൊക്കെ കൂട്ടും. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ കൂട്ടിയിട്ടുണ്ട്. മത്തയില, ഈ ചീര, പിന്നെ ഇത് കണ്ടോ, ഇതിട്ടപ്പോൾ ഒരാൾ പറഞ്ഞ് കാട്ടുചീരയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അത് തൈറോയ്ഡ് ചീര എന്നാണ് പറയുന്നത്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. നമ്മളൊക്കെ ഇത് കാട്ടിലെയാണെന്ന് പറയും. ഡോക്ടർ 10 ഗുളിക കുറിച്ച് തരുവാണെങ്കിൽ അതങ്ങ് പൊന്നു പോലെ കഴിക്കും. ഈ ഇലയൊക്കെ ആഹാരത്തിലൊന്നും ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ പോവാം. ഇത് ഒരു വ്യത്യസ്തമാവുന്ന രീതി കറി വെക്കുക. ഞങ്ങൾ കർക്കിടക മാസം ആകുമ്പോൾ തൊട്ട് ഇങ്ങോട്ട് ഈ ഇലയുടെ സീസണായിപ്പോൾ ഇതുപോലെ കയ്യാലയിലൊക്കെ നിൽക്കുവേ. നല്ല തളർത്ത ഇല കാണുമ്പോൾ ഞാൻ പറിച്ച് തോരൻ വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതി കറി വെച്ച് ഈ ഇലകളൊക്കെ എന്തെങ്കിലും ആഹാരത്തിൽ ഞാൻ ഉൾപ്പെടുത്തും. അത് പഴയ കാലം മുതലേ എനിക്കൊരു ശീലമാണ്. എന്നാൽ കറി വെക്കാം. കടുകിട്ടു. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതൊന്ന് ചുമന്ന ഉള്ളി ഇടുവാണേ. ഉള്ളിയൊക്കെ ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മോര് കറിക്കൊക്കെ അരയ്ക്കത്തില്ലേ, അതുപോലെ ഞാൻ പരിപ്പിനരയ്ക്കുന്ന പോലെ ഇങ്ങനെ ശകലം കാന്തുകാരി, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മോര് കറിക്ക് പരിപ്പ് കറിക്കൊക്കെ അരയ്ക്കുന്നത്. ശകലം തേങ്ങ, 2 കാന്തുകാരി, ഇച്ചിരി ജീരകം എല്ലാം കൂടെ അരച്ചു. പിന്നെ ഞാൻ ആ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചീരയില്ലേ, അത് ഇതിലേക്ക് ഇടുക. ചീര ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഞാൻ അരപ്പിന് ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടില്ലേ എന്ന് പറയല്ലേ. ഇതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് വേകട്ടെ. ഇപ്പോൾ ആ ചീരയും ആ അരപ്പും എല്ലാം കൂടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത്. ഞാൻ വെച്ചാൽ തീ കുറച്ചിട്ടായിരുന്നു, ഒന്ന് പറ്റിക്കോട്ടെന്ന് ഓർത്ത്. ഇപ്പോൾ കണ്ടോ. ഇനി അതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് പരിപ്പാണ്. നല്ലപോലെ ഒരു പരിപ്പ് വെന്തുടച്ച് വെച്ചിരിക്കുക, അതിനകത്തിട്ട് ചേർക്കുക. ഞാനിങ്ങനെയൊക്കെയാണ് കൂട്ടുന്നത്. നിങ്ങളിങ്ങനെ കൂട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പരിപ്പും ചീരയും, ഏത് ചീര വേണേലും നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില മാത്രം ഇട്ടില്ല, ചീര ഇട്ടത് കൊണ്ടേ ഇനി കറിവേപ്പില കറിക്കകത്ത് കടിക്കണ്ടല്ലോ എന്നോർത്ത്. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് വാങ്ങാം. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഉണക്കമുളക്, കടുക് വറുക്കുമ്പോൾ ഉണക്കമുളക് മുറിച്ചിടുന്നവരുണ്ട്. അപ്പോൾ ആ മുളകൊക്കെ മുകളിൽ പൊങ്ങി കിടക്കുമ്പോൾ ഒരു സ്റ്റൈലാകും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി വെച്ചതാണ്. ഇങ്ങനെയാണ് ഞാൻ പരിപ്പ് കറി വെക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചീര ചേർക്കും. ഇനി ഒരു ചീരയുണ്ട്. ഇന്നാളെ ഒരു ദിവസം ഞാനൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു, ഒരു ചുമന്ന ചീര. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കാട്ടുചീരയെന്ന്. പക്ഷേ അത് കാട്ടുചീരയല്ല, തൈറോയിഡിന് പറ്റിയൊരു ചീരയാണ്. തൈറോയ്ഡ് ചീരയെന്ന് പറയും. അതാണ്. ഇതിപ്പോൾ ചൂടാകട്ടെ, വേറെ ഒന്നും പരിപാടി ഇതിനില്ല. അങ്ങനെ എൻ്റെ പരിപ്പ് കറി, ചീരക്കറി തയ്യാറായി. മഷിത്തണ്ട് ചീര നിങ്ങളാരും കൂട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ലേ. ഇത് ഞാനിങ്ങനെയാണ് കൂട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് പറയുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാവേ. എൻ്റെ പരിപ്പ് കറി, മഷിത്തണ്ട് പരിപ്പ് കറി റെഡിയായി. ഞാൻ ഇന്ന് ഇത് കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ട്. ഞാൻ നാളെ വീഡിയോ ഇട്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ചത്തുപോകും തള്ളയെന്ന് പറഞ്ഞവരോടാ.